ഗൈസ്, അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ വീട്ടുകൂടലിൻ്റെ ഫങ്ഷനാണ്. അപ്പം ഞാൻ ഒരുങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ വരാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇപ്പോൾ ഞാൻ പോയി നോക്കട്ടെ. കുറേ ആൾക്കാർ വരുന്നുണ്ട്. കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. പിന്നെ ചായ കുടിച്ചു. ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇതാ കുറേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ നല്ല മഴയായതുകൊണ്ട് വിളിച്ചവരൊക്കെ വരുമോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു കേട്ടോ. അത്രയ്ക്കും മഴയായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കാരണം അത് സമ്മതിച്ചില്ല. പിന്നെ അതെല്ലാം ഹോം ടൂർ പിന്നെ വേറെ നല്ല രീതിക്ക് ചെയ്യാൻ വിചാരിച്ചു. അപ്പം നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പൈനാപ്പിൾ ജ്യൂസും പിന്നെ അപ്പം ഹൽവ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ജ്യൂസ് കുടിച്ച് ചിരിച്ചപ്പം തുപ്പിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ഓരോരുത്തർ ചിരിക്കുകയാണ്. നല്ല മഴയാണ്, നല്ല മഴ പെയ്യുന്നുണ്ട്. കുറെ കുടുംബക്കാരും കാര്യങ്ങളൊക്കെ വന്നു. ആ സമയമായപ്പോഴേക്കും എല്ലാരും വന്നേനു ഗൈസ്. ഫ്രണ്ടിലാടെ നിന്നോ. പോട്ടെ. ഗണപതി ഹോമം കഴിഞ്ഞ് 2 ദിവസം ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വെജാണ് നമ്മുടെ ചൂസ് ചെയ്ത്. കാരണം നോൺ വെജ് വീട്ടിലേക്ക് കയറ്റാനായില്ല. അതുകൊണ്ട് നമ്മൾ സദ്യയാണ്. അത് നമ്മൾ മണാശ്ശേരിയിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. കുട്ടിമാമൻ അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പം കൂടുതൽ വീഡിയോ ഒന്നും എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഭയങ്കര തിരക്കിലായിപ്പോയി. അതുമല്ല ആയു ഭയങ്കര ചീച്ചിലായിരുന്നു. വീഡിയോ എങ്ങനെയെങ്കിലും എടുക്കായിരുന്നു. പക്ഷേ എങ്കിൽ ആയുവിൻ്റെ ഭയങ്കരമായിരുന്നു. ആരെടുത്തും പോകുന്നില്ല. എല്ലാവരും കണ്ടിട്ടോ എന്തോ വാശി. ഞാനും ഒരുങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ അവൻ്റെ വിചാരം ഞാൻ അവനെ കൂട്ടാതെ എങ്ങോട്ടോ പോവുമോ അങ്ങനത്തെ ഒക്കെ എന്തോ ചിന്തയായിരിക്കും. എൻ്റെ അടുത്തൊന്നും പോകുന്നേ ഇല്ല. അപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഏതായാലും പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും പോയി. ഇനി ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കുറേ പരിപാടി ഉണ്ട്. അടിച്ചു വാരാനും തുടയ്ക്കാനും കുറേ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. അപ്പം സെൻറ്ററൊക്കെ ഇതാ വന്നീന. അങ്ങനെ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതാണ് പറഞ്ഞത്. ഇപ്പം കണ്ടില്ലേ ആൾക്കാരൊക്കെ പോകുന്ന ഷായി ചിരിക്കുന്നത്. അപ്പം വീടിൻ്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ എന്താ പറയുക, കുറേ ഗിഫ്റ്റൊക്കെ കിട്ടീന് കേട്ടോ. പിന്നെ കുറേ നമുക്ക് ക്യാഷ് ആയിട്ടൊക്കെ എത്തുന്നത്. പിന്നെ ഇൻട്രൂവിൻ്റെ വക ഗിഫ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ പരിപാടിയൊക്കെ നല്ല ഉഷാറായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അയ്യോ ആയുവിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനി വേറെ ഡ്രസ്സ് ധരിക്കല്ലേ. ആയുവിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങളൊരു നല്ല ഫോട്ടോ കൂടി നല്ലോണം എടുത്തില്ല. അപ്പോൾ ഇനി നമ്മളെ പരിപാടി ആയതുകൊണ്ടാണോ എന്നറിയില്ല ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനി വേറെ ഏതെങ്കിലും പരിപാടിക്ക് ഇങ്ങനെ ഒരുങ്ങി പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഫോട്ടോ എടുക്കാൻ. ഓക്കെ. അപ്പം ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. നല്ല കുട്ടിയാണ്. ആൾക്കാരെ കണ്ടതിന്റെ പ്രശ്നം എന്തോ സംതിങ് എന്തോ അറിയില്ല. അങ്ങനെ ഇടയ്ക്ക് എങ്ങനെയാ കേട്ടോ. അയ്യോ നല്ല സ്വഭാവമായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ചീച്ചിലായിരിക്കും. ഇങ്ങനെ എല്ലാം കൂടി നല്ല രീതിക്ക് കഴിഞ്ഞു. ഇനി കുറേ പരിപാടി ഉണ്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ അടിച്ചാലും തുടക്കലും കുറേ അങ്ങനത്തേക്ക് കിടക്കാൻ പോകും. നമ്മൾ ജോലിക്ക് വെച്ച് ചേച്ചി പോയി. അപ്പോൾ നമ്മളെ ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ചായ കാച്ചലിലൊക്കെയാണ്, തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും കളിയാക്കണം. പട്ടുസാരി കൊടുത്ത് അടുക്കള കയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കോമഡിയാണ് കേട്ടോ. ചിന്നേച്ചി ആദ്യമായിട്ടാണ് കേറുന്നത്. ആൾക്കാർ വന്നു ക്ഷണിച്ചതും മിന്ന ചേച്ചി ഉണ്ട്. പഴം അമ്പി ചേച്ചി ആയി
കളിക്കണ്ടേ ചിന്നേച്ചി ആദ്യമായിട്ട് കുക്ക് നമ്മൾ കാണാൻ പോവാണ്. അമ്മ മോനെ തക്കാളി കൊടുത്തു. ചിന്നേച്ചി അടുപ്പത്ത് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അതിന് മുണ്ടിവീക്കം വന്നിട്ടോ. അപ്പം അതിൻ്റെ ചീച്ചിലായിരിക്കാം അന്നൊക്കെ ഫംഗ്ഷൻ്റെ ആ ടൈമിലൊക്കെ കരഞ്ഞതും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല, വേദന ആയിട്ടായിരിക്കാം. അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്